ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അറബിക് കാലിഗ്രാഫി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ കാലിഗ്രാഫി എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടൂൾസും അതിൻ്റെ പേനകളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ സ്വന്തം കയ്യിലുള്ള ബ്രഷും പെയിൻറ്റും ഉപയോഗിച്ചിട്ട് എൻ്റേതായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. അത് സ്വന്തമായിട്ട് കാലിഗ്രാഫി എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാണ്. ഇതിനേക്കാൾ നന്നായിട്ട് കാലിഗ്രാഫി എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒട്ടും തന്നെ കാലിഗ്രാഫി എഴുതാനും അതിൻ്റെ ലെറ്റേഴ്സൊക്കെ എങ്ങനെ എഴുതണം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 40-50 സെൻറ്റിമീറ്ററിലുള്ള ഒരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ 3 സൂറത്തുകൾ വരുന്നുണ്ട്: അഹദ്, നാസ്, ഫലക്ക്. അപ്പോൾ അത്യാവശ്യം സ്ഥലം തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൂറത്ത് കുറച്ചുകൂടെ ചെറിയ ഫോട്ടോസ്റ്റാറ്റ് ആക്കി എടുക്കണം, എങ്കിൽ പിന്നെ ബോർഡ് കുറച്ചുകൂടെ ചെറുതാവും. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നതിന് മുന്നേ വെറുതെ 3 സൂറത്തുകളും ഇതുപോലെ ക്യാൻവാസ് ബോർഡിൽ കൊള്ളൂലേ എന്നുള്ളത് ഒന്ന് വെച്ച് നോക്കുക. ഇനി എനിക്ക് ഈ കാലിഗ്രാഫി എഴുതിയിട്ടുള്ള പേപ്പർ കിട്ടിയത് ഞാൻ ഗൂഗിളിൽ അറബിക് കാലിഗ്രാഫി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്തതാണ്. അതിൽ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കാലിഗ്രാഫി പിക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സൂറത്തല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും കാലിഗ്രാഫി ചെയ്യണമെങ്കിലൊക്കെ അതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് സൂറത്ത് നാസ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂറത്ത് നാസ് കാലിഗ്രാഫി എന്ന് അടിച്ചു കൊടുത്തപ്പോൾ ആ സൂറത്ത് തന്നെ പല രീതിയിൽ എഴുതിയിട്ടുള്ള കാലിഗ്രാഫികൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു കാലിഗ്രാഫിയാണ് വേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഫോട്ടോസിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്യുക. മാക്സിമം നമുക്ക് അടുത്ത് കിട്ടുന്ന രീതിയിൽ എല്ലാ ഭാഗവും നന്നായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ സാധാരണ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു കടയുണ്ട്, അവിടുത്തെ ഈ ജിമെയിൽ ഐഡിയയിലേക്ക് അയച്ചു കൊടുക്കാറാണ്. ഇപ്പോൾ ഫ്രം ഓൾറെഡി എൻ്റെ ഇതവിടെ ഉണ്ട്. ഇനി താഴെ 2 അടിച്ചു കൊടുത്തിട്ട് അതിൽ അറ്റാച്ച് ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പിക്ചറാണോ അത് സെലക്ട് ചെയ്തിട്ട് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് പോയിട്ടുണ്ടാകും. ഇനി അത് അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അപ്പോൾ സാധാരണ ഒരു A4 ഷീറ്റിലാണ് ഞാൻ എടുക്കാറ്. സാധാ സൈസിൽ തന്നെ നമുക്ക് സൈസ് കൂട്ടണമെങ്കിലൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കാലിഗ്രാഫി അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ആ കാലിഗ്രാഫിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാലിഗ്രാഫി പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അതിൽ പോയിട്ട് സെലക്ട് ചെയ്താലും മതി. ഇതൊക്കെ പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് ആളുകൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ക്യാൻവാസ് ബോർഡിൽ ഞാൻ നേരിട്ട് ഈ അക്രിലിക് ബ്ലാക്ക് അപ്ലൈ ചെയ്യാണ്. അത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം 1 ഡേ ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറ് കാർബൺ പേപ്പർ ആട്ടോ. നമ്മൾ സാധാരണ ബ്ലൂ കളറാണ്, അത് എടുക്കരുത്. ഇത് ഗോൾഡൻ കളർ, കാരണം ബ്ലാക്കിൻ്റെ മുകളിൽ ഒരിക്കലും നമുക്ക് ബ്ലൂ എഴുതി കഴിഞ്ഞാൽ കാണില്ല. ഇത് ഗോൾഡൻ കളർ പേപ്പർ വാങ്ങാൻ കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുള്ള പേപ്പർ ജസ്റ്റ് ആ സൂറത്തിന് ചുറ്റിലും ശരിക്കും ഒന്ന് മുറിച്ചെടുക്കുക. ആ ഒരു സൈസ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം യെല്ലോ കളറ് കാർബൺ പേപ്പറും അതേ സൈസിൽ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് ഒട്ടിച്ച് വെക്കാം. ചേർത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിൻ്റെ മഷി താഴ്ഭാഗത്തേക്ക് വേണം. മാത്രമല്ല മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറേ കാലിഗ്രാഫികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം കാലിഗ്രാഫിയും ഈസി ആയിട്ട് എഴുതാൻ കഴിയുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സൂറത്ത് എഴുതുകയാണ്. അപ്പോൾ അത് സെൻറ്ററിൽ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബോർഡിൻ്റെ കറക്റ്റ് സെൻറ്റർ പൊസിഷൻ തന്നെയല്ലേ എന്ന് ശരിക്കും ശ്രദ്ധിക്കണം. അത് നോക്കി കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് അവിടെ ഒട്ടിക്കുക. അത് ഒട്ടിക്കുന്നതിന് മുന്നേ മറ്റ് 2 സൂറത്തുകളും വെച്ച് നോക്കുക. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സ്പേസും കൂടെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പതുക്കെ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട്
അതിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ ആ ഒരു ലൈനിലൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ലൈനും കറക്റ്റായിട്ട് വരയ്ക്കണം, ഒറ്റൊന്നും വിട്ടു പോകാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിച്ചിട്ട് വരച്ചെടുക്കാം. ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ ആ ടാപ്പിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് വിടുതിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ക്യാൻവാസ് ബോർഡിൽ ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമ്മുടെ കാലിഗ്രാഫി അവിടെ പതിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ എഴുത്തിൻ്റെ മുകളിൽ കൂടെ വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. കണ്ടോ, ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഗോൾഡൻ കളറ് 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഞാൻ ആ സൂറത്തിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് വലിയ അക്ഷരമാണ് വരുന്നത്, അതിന് ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അതല്ലാതെ നേരിട്ട് ഗോൾഡൻ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അക്ഷരങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഗോൾഡൻ ബോർഡർ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇങ്ങനെ അല്ലാതെ കാലിഗ്രാഫി പേനകളും അതിൻ്റെ മഷികളൊക്കെ ഉപയോഗിച്ചിട്ട് കാലിഗ്രാഫി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കിതുപോലെ ട്രേസ് ഒന്നും ചെയ്യാതെ നേരിട്ട് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ അറിയുന്നവരുണ്ട്. ഇപ്പം അങ്ങനെ വരയ്ക്കാനൊന്നും അറിയാത്തവർക്കാണ്. എനിക്കങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് എഴുതാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ പെയിൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേനകൾക്ക് കുറച്ച് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതില്ലാതെ കാലിഗ്രാഫി എഴുതാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനിതെങ്ങനെ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അത് സക്സസ് ആയതാണ്. എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വീട്ടിലേക്ക് എൻട്രൻസിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു. ഇപ്പോൾ ആ 3D ഔട്ട്ലൈനർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് അക്രിലിക് മെറ്റാലിക് ഗോൾഡാണ്. അപ്പോൾ 4 കളറുണ്ട്. അപ്പോൾ ഞാൻ ഗോൾഡനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഔട്ട്ലൈനറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ബ്രഷ് ജൈനയുടെ ബ്രഷാണ്. അതാകുമ്പോൾ എഴുതാൻ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആവും. ജൈന എഴുതാൻ ഒക്കെ ചെറുതാക്കി എഴുതാനൊക്കെ നമുക്ക് നന്നായിട്ട് കഴിയും. 0.3 ആണ് കേട്ടോ. 0.3 ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാലിഗ്രാഫി മൊത്തം ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളതും. അപ്പോൾ പതുക്കെ പുറത്തൊന്നും ആവാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ ഗോൾഡൻ പെയിൻറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് വൈറ്റ് കളർ ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം ഗോൾഡൻ കളർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗോൾഡൻ കളർ കൊണ്ട് എഴുതിയതിന് ശേഷം വൈറ്റ് കളർ ചെയ്യാം. ഏത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറൊക്കെ എഴുതി കഴിഞ്ഞു. ഇനിയൊരു സൂറത്ത് കൂടെ ഉണ്ട്. കണ്ടോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ട്രേസിങ് പേപ്പർ ഉപയോഗിച്ച്. അപ്പോൾ ആ ബ്രഷ് കൊണ്ട് വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് പതുക്കെ എഴുതി കൊടുക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എഴുതുന്ന സമയത്ത്. അതിൻ്റെ ആ ഒരു പോയിൻറ്റ്സൊക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കുക. നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് ആ ഒരു പേപ്പറും കൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒന്നും വരില്ല. അതിലും നോക്കാം. കൂടാതെ നമ്മൾ ബോർഡിൽ ട്രേസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിക്ചറും ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് പതുക്കെ വരച്ചെടുത്താൽ മതി. വല്ലാണ്ട് സ്പീഡിൽ എഴുതാതെ ഒരു ആവറേജ് സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക. കാരണം ഇത് കാലിഗ്രാഫി പെന്ന് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ഇത് നമ്മൾ സാധാ ബ്രഷ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ തന്നെ നല്ല ഭംഗിയിൽ എഴുതിയെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ്. അതുപോലെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുക. ഇനി അഥവാ ആർക്കെങ്കിലും എഴുതുന്ന സമയത്ത് ചെറിയൊരു തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വീതിയിലൊക്കെ അല്പം എഴുതി പോവുകയാണെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് എവിടെയാണോ കട്ടി കൂടുതലായിട്ട് തോന്നുന്നത് അവിടെ ഈ മാർക്കർ വൈറ്റ് പെയിൻറ്റിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ച് കളർ ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ അങ്ങ് പോവും. പിന്നെ അതറിയില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുതിയതിന് കുറച്ചുകൂടെ വൃത്തിയും ഒരു പെർഫെക്ഷനൊക്കെ കിട്ടും. ഇപ്പോൾ കാലിഗ്രാഫി ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.